ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ അതിരം കൊണ്ടും ആത്മാവ് കൊണ്ടും എപ്പോഴും ഹല്ലേലൂയ പറഞ്ഞു സ്തുതിക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സ്നേഹിതൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു പ്രത്യേകമായ സ്ഥലത്ത് ആരോ ഒരാളോട് ഇങ്ങനെ പറഞ്ഞു, ഹല്ലേലൂയ പറഞ്ഞ് സ്തുതിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ വ്യക്തി പറഞ്ഞു, ഹല്ലേലൂയ പറഞ്ഞു സ്തുതിക്കുമെന്ന് ഓർത്ത് നിങ്ങളിരിക്കേണ്ട, എനിക്ക് ഹല്ലേലൂയ പറയുന്നതിനോട് താല്പര്യമില്ല എന്ന് പറഞ്ഞു. ഞാൻ ഈ ആരോ ഒരാൾ ഒരു പ്രത്യേകമായ സ്ഥലമെന്നൊക്കെ പറയുന്നത് പരിശുദ്ധാത്മാവ് ഒരിക്കലും ഒരു വ്യക്തിയെ വേദനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നത്. എന്നിട്ട് എൻ്റെ സ്നേഹിതനോട് പറഞ്ഞു, ഈ കാലഘട്ടത്തിൽ ഇത്രയും മാത്രം തിന്മകളൊക്കെ പെരുകുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ സ്തുതിച്ചില്ലെങ്കിൽ, ഹല്ലേലൂയ പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിച്ചില്ലെങ്കിൽ ലോകത്തിൻ്റെ അരിവുകളൊക്കെ നമ്മളുടെ ഉള്ളിലേക്ക് കയറും എന്നൊക്കെ ഇങ്ങനെ ഈ സ്നേഹിതൻ ഇങ്ങനെ സങ്കടത്തോടെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഈശോയുടെ അടുത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈശോ എനിക്ക് ഒരു കുഞ്ഞ് ചിന്ത ഇട്ട് തന്നു. കാരണം ഈ കാലഘട്ടത്തിൽ ഈ ജർമ്മനിയിൽ പോകുവാൻ വേണ്ടി ഒത്തിരി യുവതിയുവാക്കന്മാർ ജർമ്മൻ ഭാഷ പഠിക്കുന്നുണ്ട്. കാരണം ഈ ജർമ്മൻ ഭാഷ പഠിച്ച് പാസ്സാകാതെ ഒരിക്കലും വിസ അടിച്ച് കിട്ടത്തില്ല. അവിടെ ചെന്ന് ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ അവരുമായിട്ട് സംസാരിക്കണമെങ്കിൽ ജർമ്മൻ ഭാഷ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് എല്ലാവരും ഇപ്പോൾ പോകുവാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി യുവതിയുവാക്കന്മാരുണ്ട്. ഇവരെല്ലാവരും ജർമ്മൻ ഭാഷ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ജർമ്മൻ ഭാഷ പഠിക്കുന്നവരെയെല്ലാം ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ജർമ്മനിയിലേക്ക് പോകണമെങ്കിൽ ജർമ്മൻ ഭാഷ പഠിക്കണം. അതുപോലെ സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ നമ്മൾ സ്വർഗത്തിൻ്റെ ഭാഷ പഠിച്ചിരിക്കണം. വെളിപാടിൻ്റെ പുസ്തകം 19-ാം അധ്യായം 1-ാം വാക്യം, ഇതിനുശേഷം സ്വർഗത്തിൽ വലിയ ജനക്കൂട്ടത്തിൻ്റേത് പോലുള്ള ശക്തമായ ഒരു സ്വരം ഞാൻ കേട്ടു, ഹല്ലേലൂയ, രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിൻ്റെതാണ്. സ്വർഗത്തിൽ വലിയ ജനക്കൂട്ടത്തിൻ്റേത് പോലുള്ള ശക്തമായ സ്വരം ഞാൻ കേട്ടു, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ എന്ന് പറയുന്നത് സ്വർഗത്തിൻ്റെ ഭാഷയാണ്. കാരണം നമ്മളെല്ലാവരും ധ്യാനം കൂടി ഇതെല്ലാം അറിയാവുന്നതാണ് ഹല്ലേലൂയ എന്നൊരു വാക്ക്. എന്നാലും എൻ്റെ ഒരു സ്നേഹിതനും വിളിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കിങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാലാണ് ഞാൻ എടുത്തത്. കാരണം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പ്രിയപ്പെട്ടവർ, നമ്മൾ ഈ ഹല്ലേലൂയ പറഞ്ഞ് സ്തുതിച്ചില്ലെങ്കിൽ, കാരണം ഇപ്പോൾ ഈ ലോകത്തിൻ്റെതായിട്ടുള്ള അരൂപികൾ നമ്മുടെ ആത്മാവിലും മനസ്സിലും ചിന്തയിലും എല്ലാം കയറി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ ഹല്ലേലൂയ പറഞ്ഞ് സ്തുതിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മളിലേക്ക് നിറഞ്ഞ് ഈ ലോകത്തിൻ്റെ അരൂപികൾക്ക് നമ്മുടെ മേൽ സ്വാധീനം ചെലുത്താൻ സാധിക്കാതെ വരും. എന്നിട്ട് ഈശോ ഇങ്ങനെ എനിക്കൊരു കാര്യം ഇങ്ങനെ കാണിച്ചു തന്നു. ഒരു വ്യക്തി മരിച്ച് സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. അപ്പോൾ സ്വർഗത്തിൻ്റെ വാതിൽക്കൽ സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകളുള്ള പത്രോസ്ലീഹ ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ഈ വ്യക്തി ഈ പത്രോസ്ലീഹയോട് ചെന്ന് പറഞ്ഞു, എനിക്ക് ഈശോയെ കാണണം, എനിക്ക് സ്വർഗത്തിലേക്ക് കടന്നു പോകണം എന്ന് പറഞ്ഞപ്പോൾ ഈ പത്രോസ്ലീഹ ഒന്നും മിണ്ടാതെ അവിടെ ഇരുന്നു. അപ്പോൾ ഈ വ്യക്തി പറഞ്ഞു, ഞാൻ ഈശോയ്ക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്നെല്ലാം പറഞ്ഞപ്പോൾ ഈ പത്രോസ്ലീഹ ഒന്നും മിണ്ടാതെ അവിടെ ഇരുന്നു. അതിനുശേഷം ഈ വ്യക്തിയുടെ ഇടവകയിലുള്ള ഒരു വ്യക്തി മരിച്ച് സ്വർഗത്തിലേക്ക് കടന്നു വന്നു. അപ്പോൾ ഈ വ്യക്തി പത്രോസ്ലീഹയുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു ഹല്ലേലൂയ എന്ന് പറഞ്ഞപ്പോൾ പത്രോസ്ലീഹ അന്നേരം തന്നെ സ്വർഗത്തിൻ്റെ കവാടം അങ്ങോട്ട് തുറന്നു കൊടുത്തു. ഇത് കണ്ടപ്പോൾ ആദ്യം വന്ന വ്യക്തി ഈ രണ്ടാമത് വന്ന വ്യക്തിയോട് ചോദിച്ചു, ഞാൻ ഇത്ര നേരം പറഞ്ഞിട്ടൊന്നും പത്രോസ്ലീഹ എന്തുകൊണ്ടാണ് എനിക്ക് തുറന്നു തരാത്തതെന്ന് ചോദിച്ചപ്പോൾ ഈ രണ്ടാമത് വന്ന വ്യക്തി പറഞ്ഞു, ഈ പത്രോസ്ലീഹയ്ക്ക് ഹല്ലേലൂയ പറഞ്ഞാൽ മാത്രമേ അറിയത്തുള്ളൂ. സ്വർഗത്തിൻ്റെ ഭാഷ ഹല്ലേലൂയയാണ്. കാരണം ഞാൻ ഭൂമിയിലായിരുന്ന സമയത്ത് എൻ്റെ ഇടവക കൂട്ടായ്മ ഉണ്ടായിരുന്നു. ആ കൂട്ടായ്മയിൽ പോയിരുന്ന് സ്തുതിക്കും. സാധിക്കുന്ന സമയത്തെല്ലാം ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ ശുശ്രൂഷയ്ക്കായിട്ട് പോകും. അവിടെ ചെല്ലുമ്പോഴൊക്കെ സ്തുതിക്കും. അതുകൊണ്ട് ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഞാൻ ഈ ഹല്ലേലൂയ പറഞ്ഞ് സ്തുതിച്ചുകൊണ്ട് എനിക്കിവിടെ വന്നപ്പോൾ എനിക്ക് ഈ സ്വർഗത്തിൻ്റെ ഭാഷ മനസ്സിലാകും. അതുകൊണ്ട് ഞാൻ പത്രോസ്ലീഹയോട് സ്വർഗത്തിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ പത്രോസ്ലീഹയ്ക്ക് മനസ്സിലായി, പത്രോസ്ലീഹയ്ക്ക് ഞാൻ പറയുന്ന കാര്യം മനസ്സിലാകുന്നുണ്ട്, നിങ്ങളിത് പറയുന്നത് മനസ്സിലാകുന്നില്ല എന്നിങ്ങനെ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഉറപ്പുള്ളൊരു കാര്യം മരണമാണ്. ഈ മരിച്ചു കഴിയുമ്പോൾ നമ്മളിതുപോലെ പോയി നിൽക്കും. അപ്പോൾ നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഈ ഹല്ലേലൂയയും സ്തുതികളൊക്കെ പറഞ്ഞ് ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അവിടെ ചെല്ലുമ്പോൾ ഈസി ആയിട്ട് പത്രോസ്ലീഹ വാതിൽ തുറന്നു വരും. പ്രിയപ്പെട്ടവരെ, എൻ്റെ കൂട്ടായ്മയുടെ ലീഡറായ മാധുക്കുട്ടിച്ചേട്ടന് ഇങ്ങനെ ഇടയ്ക്ക് ഫോൺ വിളിക്കും. ഈ ഫോൺ വിളിക്കുമ്പം നമ്മൾ സാധാരണ ഹലോ എന്നാണ് പറയുന്നത്. എന്നാൽ മാധുക്കുട്ടിച്ചേട്ടൻ പറയും ഹല്ലേലൂയ എന്ന് പറയും. ഞങ്ങൾ ഈ ഹല്ലേലൂയ എന്ന് പറഞ്ഞാണ് ഈ ഫോൺ വിളിക്കുന്നത്.
പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും നടക്കുമ്പോഴും എല്ലാം ഈ ഹല്ലേലൂയ പറഞ്ഞ് സ്തുതിച്ചുകൊണ്ടിരിക്കണം. നമ്മൾ പരിശുദ്ധാത്മാവുമായുള്ള ഒരു വ്യക്തിബന്ധത്തിൽ മുൻപോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നവർ, പരിശുദ്ധാത്മാവിൻ്റെ സ്വരം കേൾക്കുവാൻ ആഗ്രഹിക്കുന്നവർ എപ്പോഴും സ്തുതിച്ചുകൊണ്ടിരിക്കണം. ഞാനെപ്പോഴും ഇങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കും, ഹല്ലേലൂയ പറഞ്ഞിങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും എൻ്റെ ഉള്ളിലിരുന്ന് എൻ്റെ ആത്മാവിരുന്ന് ഹല്ലേലൂയ എന്ന് പറഞ്ഞ് സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആ ഒരു ലെവലിലേക്ക് മാറും. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിങ്ങൾ ഓരോരുത്തരിലേക്കും വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എപ്പോഴും ഹല്ലേലൂയ പറഞ്ഞ് സ്തുതിച്ച് ആത്മാവിൽ ജ്വലിക്കുന്നവരായിട്ട് മാറുവാൻ ഈ കാലഘട്ടത്തിലെ അസാധാരണമായ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ ലോകത്തിൻ്റെ അരൂപിയുടെ സ്വാധീനം നമ്മുടെ മേലുണ്ടാകാതിരിക്കുവാൻ എപ്പോഴും സ്തുതിച്ച് പ്രാർത്ഥിക്കുവാൻ നിങ്ങളെ ഓരോരുത്തരെയും ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മ മാതാവിൻ്റെ മാധ്യസ്ഥവും വിശുദ്ധ മിഖായേൽ ദൂതൻ്റെ സംരക്ഷണവും എപ്പോഴും നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കട്ടെ. ആവേ മരിയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.